പറഞ്ഞു. എൻ്റെ പേര് സജീവ് എന്നാണ്. ആ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള തിരുമേനിയാണ് എൻ്റെ സ്വദേശം. ഞാനിവിടെ 8 വർഷത്തോളം ശ്രീനാരായണ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. 8, 9, 10 ക്ലാസ്സുകളിലും ആ പിന്നീട് കോളേജ് പഠനം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഈ 8 വർഷത്തെ കാലത്തെ ജീവിതം എന്ന് പറയുമ്പോൾ സ്വാമിജി അടുത്തറിയാനും ഒരു സ്വാമി, പാരമ്പര്യ സ്വാമി അല്ലെങ്കിലും എന്താണ് സ്വാമിജി എന്ന് ശരിക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ഗുരുവല്ല അദ്ദേഹം എന്ന് വേണേൽ നമുക്ക് പറയാം, ദൈവവുമല്ല. പക്ഷേ രണ്ടിനെയും കൂടെ ഇടയിലുള്ള ഒരു അസാമാന്യ ഒരു മഹാനാണ് അദ്ദേഹത്തെ പറയേണ്ടിയിരിക്കുന്നത്. അതിന് കാരണം പറയാം. ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ ഈ ആശ്രമത്തിൽ, ശ്രീനാരായണ വിദ്യാലയാശ്രമത്തിൽ കൊണ്ടുവന്ന് വളരെ മോശം പേരുകൾ മാറ്റി നല്ല പേരുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് പ്രഭാകരൻ, ദിവാകരൻ കൂടെ മുതിർന്ന ജാതിക്കാരുടെയും പേരിട്ട് കൊടുത്ത് സ്കൂളിൽ കൊണ്ട് ചേർക്കുകയുണ്ടായി. സ്കൂളിൽ അന്നത്തെ കാലത്ത് ചേർക്കാൻ പറ്റാത്ത സാഹചര്യം, അയിത്തം കാരണം. പക്ഷേ സ്വാമിജി അവിടെ സമരം ചെയ്ത കുട്ടികളെ അവിടെ ചേർത്ത് പഠിപ്പിച്ച് വലിയ ഉദ്യോഗ തലങ്ങളിൽ എത്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഞാൻ സ്വാമിജിയെ കുറിച്ച് പറയാം. സ്വാമിജി ഒരു വളരെയധികം ചിന്താശക്തിയുള്ള ഒരാളാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ രാവിലെ ഉണരും. ഇവിടെയുള്ളപ്പോൾ രാവിലെ ഉണരും, ചൂടുവെള്ളത്തിലേ കുളിക്കുകയുള്ളൂ. 1 മണിക്കൂറോളം ധന്വന്തരം കുഴമ്പ് തേച്ചിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ലൈബോയ് സോപ്പാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം 3 നേരം ആഹാരം കഴിക്കാറുള്ളൂ. ചിട്ടയ ആഹാര രീതിയാണ്. നമ്മൾ അദ്ദേഹത്തിന് ആഹാരം വിളമ്പി കൊടുക്കുമ്പോൾ ഒരു വറ്റ് താഴെ വീണാൽ അത് അദ്ദേഹത്തിന് ദേഷ്യപ്പെടുത്തുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പറയും, ഭക്ഷണമാണ് വലുത്, ഭക്ഷണമാണ് ദൈവം എന്നൊരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. വളരെ വൃത്തി വേണം കുട്ടികൾക്ക്. ഇവിടെയുള്ള കുട്ടികളെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് കുട്ടികളിൽ സ്വാശ്രയത്തെ വളർത്തുകയും ഒപ്പം നമ്മുടെ ക്ലീനിങ് അഥവാ ശുചിത്വത്തിൻ്റെ ഒരു പാഠം അവരെ പഠിപ്പിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും ഞങ്ങളെല്ലാം തന്നെ ഉള്ള കാലഘട്ടത്തിലും ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് ലോകത്ത് എവിടെ പോയാലും ഞങ്ങൾക്ക് രാവിലെ 5 മണിക്ക് ഉണരാനോ എന്തെങ്കിലും വൃത്തികേട് കണ്ടാൽ അവ മാറ്റി വൃത്തിയാക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെന്നുള്ള സത്യം. അത് ഈ ആശ്രമത്തിലെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്വാമിജി രാവിലെ ഒരു 8:30 കൂടി കഴിഞ്ഞ് പത്രം വായിക്കുന്ന ഒരു സ്വഭാവം. എല്ലാ പത്രം, നമുക്ക് പത്രം സൗജന്യമായി കിട്ടുന്നുണ്ട്, സത്യം. അത് വായിക്കും. പിന്നീട് ഒരുപാട് കത്തുകൾ വരും. അപ്പോൾ 8:30 ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരുപാട് കത്തുകൾ വരുന്നതിന് മറുപടി എഴുതുന്നൊരു സ്വഭാവമുണ്ട്. ആ ഒരു കത്തിന് മറുപടി എഴുതാതിരിക്കില്ല. അതിനിടയിൽ ഒരുപാട് നമ്മുടെ സന്ദർശകർ വരും. അവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് അവരോടൊപ്പം ചിലവഴിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതിനിടയിൽ നമ്മളിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതും ആരെങ്കിലും ഒരു അതിഥി വരുമ്പോൾ ബഹളം ഉണ്ടാക്കുന്നതും ഒന്നും സ്വാമി ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഇത് തന്നെ അദ്ദേഹം പുറത്തു പോകും. വയനാട് അല്ലെങ്കിൽ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി പാവപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് ഹരിജന ഗീതകളൊക്കെ പരിഹരിക്കാൻ ഒരു നെട്ടോട്ടം കാഴ്ച കാണാം. ചെറിയ മനുഷ്യനാണ്, അരോഗദൃഢഗാത്രനാണ്, വളരെയധികം ഉന്മേഷവാനുമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ എവിടെയാണോ പ്രശ്നങ്ങളുണ്ട് അത് കേട്ടറിഞ്ഞ് അവിടെ ചെല്ലുക എന്നുള്ളത് സ്വാമിജിയുടെ ഒരു സവിശേഷതയാണ്. അതിനൊരു ഉദാഹരണം പറയാം. 1982 പാനൂർ എസ്.ഐ സോമൻ വെടിയേറ്റ് മരിച്ച സംഭവം എല്ലാവരും അറിഞ്ഞിരിക്കും. ഈ സോമന്റെ ഘാതകരാരാണെന്ന് അറിയാത്തത് കൊണ്ട് സ്വാമിജിക്ക് ഭയങ്കര ആകുലത. അദ്ദേഹം ഒരു ഹരിജനായതു എന്ന ഒരു പ്രത്യേകത കൂടുതലുണ്ട്. അപ്പോൾ സ്വാമിജി ഈ സോമന്റെ ഘാതകരെ കണ്ടെത്താൻ കഴിയാത്തതിനുള്ള അധികാരികളെ കണ്ണു തുറപ്പിക്കാൻ അവിടെ ഒരു നിരാഹാര സമരം അനുഷ്ഠിക്കുകയുണ്ടായി. ആ കൂടെ ഞാനാണ് പോയത്. സ്വാമിജിയുടെ കൂടെ പരിചരിക്കാൻ വേണ്ടി ഞാനാണ് പോയത്. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഒരാൾ ചോദിച്ചു, സ്വാമിജി ഒരു ദിവസത്തെ സമരം പോരെ? സ്വാമിജി 77 വയസ്സും കണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാമിജി പറയുന്നു, ഒരു ദിവസം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഫലം കിട്ടിയാൽ ഞാൻ ഒരു ദിവസം കൊണ്ട് നിർത്താം. അല്ല, എപ്പോഴാണോ ഇതിന്റെ ഫലം കിട്ടുന്നത്, 1 വർഷമായാലും ശരി, ഞാൻ നിരാഹാരം അവസാനിപ്പിക്കില്ല. 4 ദിവസം കൊണ്ട് അധികാരികളെ കണ്ണു തുറന്നു. അധികാരികളെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. സ്വാമിജി സമരം അവസാനിപ്പിച്ചു. അതിന്റെ കുറ്റവാളികളെ, സോമന്റെ ഘാതകരായ കുറ്റവാളികളെ കണ്ടെത്തി അധികാരികൾ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ചരിത്രമാണ്. പിന്നെ മറ്റൊന്നായിരുന്നു ഗുരുവായൂർ ബ്രാഹ്മണർക്ക് മാത്രമുള്ള ഊട്ടുപുരയിൽ സ്വാമിജി പോയി. അപ്പോൾ ഊട്ടുപുരയിൽ കയറി ഇരിക്കുകയാണ്. ബ്രാഹ്മണർക്ക് മാത്രമാണ് സദ്യയുള്ളൂ, 82 വരെ. ആരാണെന്ന് ചോദിക്കുന്നു. എനിക്ക് ഭക്ഷണം വേണം. ഇത് ബ്രാഹ്മണർക്കുള്ള ഒരു ഊട്ടുപുരയാണല്ലോ, ഞാൻ ബ്രാഹ്മണനാണ്. പൂണൂല് കാണിക്കാൻ പറയുന്നു. ഞാൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പൂണൂൽ ഇടാത്ത ബ്രാഹ്മണനാണ്, പറ്റില്ല. പൂണൂലുള്ളവർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കൂ. സ്വാമിജിയുടെ ഷർട്ട് അവർ വലിച്ചു കയറാൻ നോക്കുന്നു. പൂണൂലുണ്ടെന്ന്, പൂണൂലില്ല. 10-15ഓളം ബ്രാഹ്മണന്മാർ ആ കാലഘട്ടത്തിൽ സ്വാമിജിയെ അടിച്ച് പുറത്താക്കുകയാണ്. നല്ലവണ്ണം മർദ്ദനം കിട്ടി. 82 നല്ല മർദ്ദനം കിട്ടി. ആബോധാവസ്ഥയിലായി. പിറ്റേ ദിവസം കരുണാകരൻ്റെ ആണ് മുഖ്യമന്ത്രി. അവർ പലരും വന്ന്, അധികാരികൾ വന്ന് അവിടെ ഒരു 150ഓളം ഹരിജനങ്ങൾ പാവപ്പെട്ടവരും ചേർന്ന് പ്രകടനം നടത്തി. സ്വാമിജി വിട്ടുകൊടുക്കുന്നില്ല. ഗുരുവായൂരിൽ എല്ലാവർക്കും ഊണ് വേണം എന്ന ഒരു മുദ്രാവാക്യം സ്വാമിജി അവിടെ ഉയർത്തിക്കാട്ടുന്നു. പത്രക്കാരെല്ലാം വരുന്നു. ഈ തല്ലിയത് സ്വാമി ആനന്ദ തീർത്ഥരെയാണെന്നുള്ള കാര്യം അവർക്ക് അറിയുമായിരുന്നില്ല. അതാണ് സത്യം. ഒടുവിലെ കരുണാകരനും നമ്മുടെ അമ്പലത്തിലെ അധികാരികളെല്ലാം ചേർന്ന് എല്ലാവർക്കും ഊണെന്ന ഒരു പ്രഖ്യാപനം നടത്തുകയും ബ്രാഹ്മണർക്ക് മാത്രമല്ല അവിടെ വരുന്ന എല്ലാ ഊണ് കൊടുക്കുന്ന ഒരു വേദി സംഭവിച്ചു. അത് വലിയ
ആണ്. പക്ഷേ പലർക്കും ആ സത്യം അറിഞ്ഞുകൂടാ. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം മറ്റൊന്ന്, ഇത് മറ്റൊരു അത് ഒരു സവിശേഷ സ്വാമിജി കണ്ടത് പേര് നാമകരണ വിപ്ലവം. ഇപ്പോ കൊക്കൻ, ചക്കൻ എന്നൊക്കെ പേരുള്ള 12 പ്രഭാകരൻ, കൂടെ പ്രഭാകരൻ ശർമ്മ, ദാമോദരമാര, സ്വാമിജിയുടെ എല്ലാ പ്രവർത്തനത്തിന്റെയും ഒരു അത്താണിയായിരുന്നു കേളപ്പജി രാജഗോപാലാചാര്യ. കേളപ്പജിയെ കണ്ട് കേളപ്പജിയോടാണ് എല്ലാ അംഗീതങ്ങളും അറിയിക്കുക, കേളപ്പജിയാണ് ഉപദേശിക്കുക, രാജഗോപാലാചാര്യാണ് നേതൃത്വം കൊടുക്കുക. അപ്പോൾ കേളപ്പജിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ സ്വാമിജി ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹരിജനോദ്ധാരണ രംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണം, ഏത് മേഖലയിൽ പ്രവർത്തിക്കണം എന്നെല്ലാം കേളപ്പജിയാണ് സ്വാമിജിയെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. സ്വാമിജി പറഞ്ഞിട്ടുണ്ടത് രാജഗോപാലാചാര്യരും കേളപ്പജിയും. അപ്പോൾ ഗാന്ധിജി വെടിയേറ്റ് മരിക്കുമ്പോൾ അതിന്റെ ചിതാഭസ്മം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സ്വാമിജി പോകുമ്പോൾ കേളപ്പജിയെ കാണുന്നു. അപ്പോൾ കേളപ്പജിയുടെ കൈവശം ഉണ്ടായിരുന്നു ചിതാഭസ്മം. അങ്ങനെ കേളപ്പജിയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം സ്വാമിജിക്ക് കൊടുക്കുകയും അതിവിടെ കൊണ്ട് സ്വാമിജിയുടെ പേടകത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. അതിവിടെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് പേടകം തുറക്കാനാവില്ല. ആ പേടകം ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ആശ്രമം പണിയാൻ സ്വാമിജിയുള്ള ഇംഗിതം അറിയിച്ചത് കേളപ്പജിയോടെ. അപ്പോൾ കേളപ്പജി അതിന് തലകുലുക്കുകയും സമ്മതിക്കുകയും വേണ്ടുന്ന സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കേളപ്പജിയാണ് 90% സ്വാമിജിയുടെ ഒരു അത്താണി എന്ന് പറയാതിരിക്കാൻ വയ്യ. രാജഗോപാലാചാര്യയും വേണ്ടുന്നത്ര സഹായിച്ചിട്ടുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ തന്നെ സ്വാമിജിയെ വാക്കാലും അല്ലാതെയും സഹായിച്ചിട്ടുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ കേളപ്പജിയുടെ വന്ന് വളരെ നേരം 2-3 തവണ കണ്ട് വന്നിട്ട് അറിയുന്നുണ്ട്. വളരെ ഒരു സുഹൃത്തുനിന്ന് ഉപരി അല്ല, ഒരു ഗുരു എന്ന രൂപത്തിലെ ആ രൂപത്തിലാണ് കേളപ്പജി സ്വാമിജി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്തെല്ലാം ഒരുപാട് നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് സ്വാമിജി ഉപദേശിച്ചു പോകുന്ന ഒരു ചരിത്രമാണ് കേളപ്പജിക്ക് ഉണ്ടായിരുന്നത്. രാജഗോപാലാചാര്യയുമായിട്ട് നിരവധി തവണ കത്തുകളൊക്കെ എഴുതുന്ന ആ കത്തുകളൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാലക്രമത്തിൽ ഏതോ കാരണത്താൽ അവയെല്ലാം നശിച്ചു പോയതായിട്ടാണ് കാണുന്നത്. അത് പലരും മാറി മാറി വരുന്ന ഒരു ഭരണസമിതി ആയതുകൊണ്ട് എവിടെയോ. അപ്പോൾ സ്വാമി ആനന്ദ തീർത്ഥ തലശ്ശേരിയിലാണ് ജനനം. വലിയൊരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനനം. ധനികന്റെ മകനാണ്. തലശ്ശേരി കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ എല്ലാം ക്ലാസ്സിൽ 1ാം റാങ്കോടെയാണ് പാസ്സായിട്ടുള്ളത്. പിന്നീട് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ പോയിട്ട് MA 2ാം റാങ്കോടെ പാസ്സാകുന്നു. ആ സമയത്താണ് കേന്ദ്ര ഗവൺമെന്റ് നിരവധി ഉയർന്ന ജോലിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അദ്ദേഹം അത് മാറ്റിവെക്കുന്നു. നേരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുകയാണല്ലോ. ഗാന്ധിജിയെ കാണുന്നു. ഗാന്ധിജി നേരിട്ട് വെച്ചെന്ന് കാണുന്നുണ്ട്. സബർമതി ചെല്ലുന്നുണ്ട്. ഗാന്ധിജിയുമായിട്ട് സംവാദങ്ങൾ നടത്തി. നിരവധി സമരങ്ങളിൽ, സ്വാതന്ത്ര്യ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സബർമതിയിൽ പോയത് അത് 1928-29 ആ കാലഘട്ടത്തിലാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം 25ാം വർഷത്തിലാണ്. അതായത് ശ്രീനാരായണ ഗുരുവിനെ 28-ലാണ് കാണുന്നത്. അതിനു മുമ്പാണ് സ്വാമിജിയെ കാണുന്നത്. 26-27 വർഷങ്ങളിലാണ് സ്വാമിജിയെ കാണുന്നതും ഗാന്ധിജിയെ കാണുന്നതും. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി യർവാദ ജയിലിൽ അവിടെയൊക്കെ പോയി ജയിൽവാസം അനുഷ്ഠിക്കുന്നത്. ആ ജയിൽവാസം അനുഷ്ഠിച്ച ശേഷം 1928-ലാണ് ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ ഇടയാകുന്നത്, തമിഴ്നാട്ടിൽ വെച്ച്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവനെ അവിടെ വെച്ച് കാണുകയും പിന്നീട് ഒലവക്കോട്ട ശബരി ആശ്രമത്തിൽ വെച്ച് വീണ്ടും കാണാൻ ഇടയാവുകയും ചെയ്തു. രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ കേളപ്പജിയെ കാണുന്നു. അവരെല്ലാം കണ്ട് അവരോടൊക്കെ തന്റെ ഇംഗിതം അറിയിക്കുന്നു. എനിക്ക് ഹരിജനോദ്ധാരണം, പതിത സേവനം ചെയ്യാൻ ഒരു മീഡിയ വേണം, ഒരു പ്ലാറ്റ്ഫോം വേണം. അതുകൊണ്ട് എനിക്ക് ഗുരുദേവന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവരെ അറിയിക്കുന്നു. അങ്ങനെ ഈ ചെമ്പഴന്തിയിൽ ഈ വിവരം അറിയുന്നു. അനന്തശേണായി എന്ന ഒരു ചെറുപ്പക്കാരന് സ്വാമിയുടെ ഗുരുദേവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് പതിത സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുന്നു. എന്നാൽ കാണാൻ വരാൻ പറയുന്നു. അങ്ങനെ ചെമ്പഴന്തിയിലെത്തുമ്പോൾ ഗുരുദേവൻ ആദ്യം പറയുന്നത്, നിങ്ങൾ വളരെ വിദ്യാഭ്യാസമുള്ള ആള്, ഉന്നത കുലജാതിക്കാരൻ, അതുമാത്രമല്ല നിങ്ങൾ വലിയ വിദ്യാസമ്പന്നൻ, ധനികൻ. എന്തുകൊണ്ട് ഈ ഫീൽഡിലേക്ക് പോകുന്നു? നിങ്ങൾക്ക് പറ്റിയ ഒരു തൊഴിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാമി അങ്ങനെ പറയരുത്, ഞാൻ സ്വമേധയാ എടുത്ത തീരുമാനമാണ്, എനിക്ക് പതിത സേവനം ചെയ്യണം, അതുകൊണ്ട് ശിഷ്യത്വം നൽകണമെന്നാണ് പറയുന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരു ഒടുവിലെ മനസ്സോടെ തന്നെ എന്ന് പറയാം, ശിഷ്യത്വം കൊടുക്കുന്നു. അനന്തശേണ എന്ന പേര് മാറ്റി ആനന്ദ തീർത്ഥ എന്ന് സ്വാമി ആനന്ദ തീർത്ഥ നാമകരണം ചെയ്യുന്നു. അതിനുശേഷം സ്വാമിജി നേരെ പയ്യന്നൂരിലേക്കാണ് വരുന്നത്. പയ്യന്നൂരിൽ വരാൻ കാരണമുണ്ട്. AK ഗോപാലൻ, AKജിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരത്തെ കണ്ടോത്ത് കുറെ ഹരിജനങ്ങളുമായി യാത്ര ചെയ്യുന്നു റോഡിലൂടെ. അവിടെ ഒരു അമ്പലമുണ്ട് കണ്ടോത്ത്. ആ അമ്പലത്തിന്റെ മുമ്പിലൂടെ ഹരിജനങ്ങളെ കൂട്ടി AKജിയും കേളപ്പജിയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള വരേണ്യവർഗം, മുതിർന്ന ജാതിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഹരിജനങ്ങൾ ആ വഴി പോകാറില്ല. ഇത് അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് AKജിയെയും കുട്ടികളെയും ഒക്കെ തന്നെ തല്ലിച്ചതച്ചു. AKജി മരിച്ചു എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അവിടെ ഇട്ടുപോവുകയാണ് ചെയ്തത്. ഇത് സ്വാമി അറിയുന്നു. തലശ്ശേരിയിലുള്ളപ്പോൾ, ശബരി ആശ്രമത്തിലുള്ളപ്പോൾ വളരെ പെട്ടെന്ന് പയ്യന്നൂരിലേക്ക് വരികയും കണ്ണൂർ ആശുപത്രിയിലൊക്കെ പോയി ഇവരെ സന്ദർശിക്കുകയും ചെയ്യുമ്പോൾ സ്വാമിയുടെ മനസ്സിൽ പയ്യന്നൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കാം എന്ന തീരുമാനമെടുത്തിട്ടാണ് ഇവിടെ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതൊക്കെ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു പോലും, അന്നത്തെ ആ ജാതീയത കൊണ്ട്.
1931 ഇത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവിടെ CH ഗോവിന്ദൻ എന്നൊരു മഹാനുണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. സുബ്രഹ്മണ്യ ഷേണ എന്ന് പറഞ്ഞൊരു മഹാനുണ്ടായിരുന്നു പയ്യന്നൂരിലെ. CPM നേതാവാണെങ്കിലും ഒരു സൗഹൃദത്തിലൂടെ അവർ രണ്ടും കൂടെ സഹായിച്ചിട്ടാണ് ഇവിടെ ഇതുണ്ടാകുന്നത്. അപ്പോൾ 1931 തൻ്റെ ഗുരുവായ ശ്രീനാരായണ ഗുരുദേവയുടെ നാമധേയത്തിൽ ഈ ഒരു ആശ്രമം പണിയുന്നത്. ആദ്യം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. 2 വർഷം ഒരു സ്കൂള് പോലെയായിരുന്നു. അതുകൊണ്ടാണ് വിദ്യാലയം എന്ന് വിളിക്കുന്നത്, ശ്രീനാരായണ വിദ്യാലയം. പക്ഷെ അന്ന് പുറത്തുനിന്നുള്ള മേൽജാതിക്കാർ ഇവിടെ വന്ന് ഹരിജൻ കുട്ടികളെ പഠിപ്പിക്കില്ല. സ്വാമിയൊക്കെ കൂടിയ ക്ലാസ് എടുത്തത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ഹരിജനങ്ങളിൽ അന്ന് പ്രാപ്തരായ ആരുമില്ല. അപ്പോൾ ആ 2 വർഷം കൊണ്ട് വിദ്യാലയം ശരിക്കും പ്രവർത്തിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് സ്വാമിജി എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായത് പെൺകുട്ടികളെ കോഴിക്കോട് ബാലികാ ഭവനിലേക്ക് കൊണ്ടാക്കി. പിന്നെ ഇതൊരു ഹോസ്റ്റലാക്കി മാറ്റി. മറ്റുള്ള കുട്ടികളെ ഇവിടെ താമസിപ്പിച്ച് സ്കൂളിൽ കൊണ്ട് വിടാവുന്ന ഒരു വിധത്തിലേക്ക്. അപ്പം പാവപ്പെട്ട കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ നല്ല പേര് കൊടുത്ത് വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് എല്ലാം ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് ഉയർത്തി കൊണ്ടുവരാനാണ് സ്വാമിജി ഉദ്ദേശിച്ചത്. ആ ഒരു പർപ്പസിലാണ് വിദ്യയോട് പ്രവൃത്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത്. 1934 ജനുവരി 12 ഗാന്ധിജി ഈ ആശ്രമം സന്ദർശിക്കുന്നത്. അവിടെയുള്ള സ്വാമിജി ഇരുന്ന സ്ഥലത്ത് ഒരു 3/4 മണിക്കൂറോളം രണ്ടുപേരും സംഭാഷണം നടത്തുന്നു. പോകുന്ന സമയത്ത് ഒരു ചെറിയ മാവൻ തൈ ഇവിടെ നടുന്നു. അങ്ങനെ മാവൻ തൈ നട്ട് അത് വലുതായിട്ടാണ് ഇത് ഗാന്ധി മാവ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. അഥവാ അതിന് മാങ്ങ ഗാന്ധി മാങ്ങ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 34 ശേഷമുള്ള സ്വാമിയുടെ ജീവിതങ്ങളെല്ലാം അധികവും കർണാടക, തമിഴ്നാട് ഭാഗങ്ങളിലെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു. കേരളത്തിൽ വല്ലപ്പോഴും വന്നു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അവിടെയായിരുന്നു കൂടുതലും ഹരിജനങ്ങൾ ഈ മർദ്ദനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്തും വയനാട് ഭാഗത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. കയറി ചെല്ലുന്നു, എന്താണോ പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കുന്നു. ആരെങ്കിലും ജാതി പേര് വിളിക്കുന്നുണ്ടോ അല്ലെ ജാതിയെ അധിക്ഷേപിക്കുന്നുണ്ടോ അവരെയൊക്കെ കണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു, കേസ് കൊടുക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും നിർവഹിച്ചു. അതുപോലെ കാസർഗോഡ് കുറേ കുട്ടികൾക്ക് കുറേ ഭാഷത്തിലുള്ള പ്രസംഗം തരാം, പക്ഷെ എനിക്ക് പേര് വേണ്ട, എൻ്റെ പേരിലൂടെ എൻ്റെ കുട്ടികളാണ് അറിയപ്പെടേണ്ടത്. അതുകൊണ്ട് എൻ്റെ പേര് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വരേണ്ടതില്ല എന്ന് ആദ്യം ശഠിക്കുക ചെയ്തത്. അല്ല സ്വാമി, ഒരു ചെറിയ പ്രഭാഷണം, സ്വാമി അറിയപ്പെടുന്ന ഒരാളല്ലേ, സ്വാമി അല്ലേ. അങ്ങനെ ഒരു പിന്നെ ഒരുപാട് ആളുകൾ കേസുമായിട്ട് എന്നെ ജാതി അല്ലെങ്കിൽ എന്നെ മർദ്ദിച്ചു, അതാണ് സ്വന്തമായി എഴുതാൻ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സ്വാമിജി തന്നെ ഞാൻ ഒരുപാട് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് പോയി ഒരു സ്വഭാവം ആ കാലഘട്ടത്തിലുണ്ട്. എവിടെ പ്രശ്നങ്ങളുണ്ട് അവിടെ ചെല്ലുന്ന സ്വാമിജിയുടെ ഒരു സത്യതയാണ്. ആരും വാങ്ങാറില്ല. എവിടെയെങ്കിലും ചെയ്യുമ്പോൾ വിളിച്ച കുട്ടികളിൽ പോയി കൊടുക്കുന്ന ആഹാരമാണ്, അല്ലെ ലോഡ്ജിലൊന്നും പോയി താമസിക്കുന്ന ആളല്ല. വേണേലും തുടങ്ങി ഒരു എളിയ ജീവിതമാണ് നയിച്ചത്. 34 ഗാന്ധിജി വന്നു. ഗാന്ധിജി പോയതിനു ശേഷം ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. രാജഗോപാൽ ഗാന്ധി, VV ഗിരി, നമ്മുടെ രാജേന്ദ്ര പ്രസാദ്, കേരളത്തിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ഒക്കെ തന്നെ ഇവിടെ വന്നതിന് പവിത്രമുണ്ട്. പറയാം, സമരം ബാർബർ ഷോപ്പ്, തൃക്കരിപ്പൂരിലെ ഒരു അമ്പലത്തിലെ പ്രവേശനം നിഷേധിച്ചത്, അതുപോലെ കല്ലേങ്കുളങ്കര ക്ഷേത്രം, പിന്നെ കണ്ടോത്ത് ക്ഷേത്രം, ചീമേനിയിലെ ക്ഷേത്രം, കാസർഗോഡ് ഒരു ക്ഷേത്രം, ഇവിടങ്ങളിലൊന്നും അങ്ങനെ ഒരുപാട് ഉദാഹരണം ചെറുതായിട്ട് മാത്രം അവിടെയൊക്കെ സ്വാമി ചെല്ലുക, തല്ല് വരിക. പക്ഷെ തല്ല് വാങ്ങിയാലും ശരി, എന്താണോ കാര്യം അത് സാധിച്ചിട്ടേ വരും. അങ്ങനെയുള്ള അമ്പലങ്ങളിൽ പോയി ഹരിജന പിന്നെ ക്ഷേത്രപ്രവേശനം വരുന്ന ഭാവമാണ് വയനാട്ടിൽ കൂടുതൽ കാലഘട്ടത്തിൽ ജനങ്ങൾ സ്വാമിജിയുടെ ഒരുപാട് സമരമുഖങ്ങൾ നാം കണ്ടിട്ടുണ്ട്. മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാമിജിയുടെ എന്ന് പറയുന്നത് 82 കാലഘട്ടം. 82 ഒന്ന് സോമന്റെ ആ ഒരു മരണത്തോടനുബന്ധിച്ച് നിരാഹാരം, 2 ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചെമ്പാടം വിജയൻ സ്വാമിജിയെ കാണാൻ വരുന്നു. അദ്ദേഹം സ്വാമിജിയുടെ കുശലാന്വേഷണമൊക്കെ നടത്തി ഇങ്ങനെ പറയുമ്പോൾ സ്വാമിജി മെല്ലെ തിരിഞ്ഞു നോക്കുന്നു. എൻ്റെ വാടിയ മുഖം കണ്ടപ്പോൾ സ്വാമിജി പെട്ടെന്ന് ഇപ്പൊ ആക്രോശനായി, എന്നെ അല്ല ശ്രദ്ധിക്കേണ്ടുന്നത്, എനിക്ക് പ്രശ്നമില്ല, ഞാൻ നിരാഹാരം നടത്തുന്ന ആളാണ്, പക്ഷേ ഒരു കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്, അവന് വല്ലതും കൊടുക്കുമെന്നാണ് സ്വാമിജി പറയുന്നത്. അപ്പോഴും ഒരു കരുതൽ, അല്ലെങ്കിൽ അപ്പോഴും ഒരു ചിന്ത മറ്റുള്ളവരെ കുറിച്ചുണ്ടെന്നുള്ളൊരു തെളിവാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ചെമ്പഴന്തിയിൽ പോയി ഞാൻ സ്വാമിജിയോടൊപ്പം ചെല്ലുമ്പോൾ ഗുരുദേവനേക്കാൾ വലിയൊരു സ്വീകരണമാണ് അവിടുത്തെ സ്വാമിമാർ നൽകിക്കൊണ്ടിരുന്നത് 83. അപ്പോൾ ഞാൻ 86 വരെ ഇവിടെ ഉണ്ട്. 87 സ്വാമിജിക്ക് ഒരു അസുഖം ഉണ്ടാകുന്നതും പിന്നീട് ഇവിടെ തന്നെ താമസിക്കുന്നതും. അപ്പോൾ സ്വാമിജിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരെയും കുറിച്ചും വളരെ ശ്രദ്ധയാണ്. പേരെടുത്ത് വിളിച്ച് 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളുടെയും പേരെടുത്ത് വിളിച്ച് അവരെ പിന്നെ താലോലിക്കുകയോ ശാസിക്കുകയോ ചെയ്യും. ശാസിക്കാൻ ഒരു മടിയുമില്ല. അപ്പോൾ ഒരു അടപ്പില്ലാത്തൊരു കുപ്പി കണ്ടാൽ അത് സ്വാമിജിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ അർത്ഥം പൂർണ്ണനല്ല, ഇത് പൂർണ്ണതയില്ല, അടപ്പ് വേണം, എടുത്തിട്ട് അടപ്പ് വേണം, അടപ്പ് കാണിക്കണം. പേനയുടെ
പേനയുടെ ക്യാപ്പ് നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല, അത് അതോടെ ഒട്ടിച്ചു വെക്കണം, അതായത് ചേർത്ത് വെക്കണം. അതെല്ലാം നമ്മുടെ പൂർണ്ണതയെ കാണിക്കുന്നു. അങ്ങനെ വളരെ ശക്തമായ നമ്മുടെ അച്ചടക്കത്തിന് നിലപാടെടുത്ത സ്വാമിജി ഉണ്ടല്ലോ, ആ സ്വാമിജിയുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ തന്നെ വലിയ ഉന്നത ജോലി നേടി, വലിയ വലിയ സ്ഥാനങ്ങളിൽ ജോലി നേടി വിരമിച്ച് സ്വാമിജിയെ കാണാൻ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ പലരും ഇപ്പോഴും മരിച്ചു പോവുകയാണ്. ഇനിയിപ്പം 87-ന് ശേഷമുള്ള കുട്ടികൾ വളരെ ഇതിനെ കാണുന്ന ഒരു ഹോസ്റ്റലായിട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ സ്വാമിജിയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, അപ്പൊ അവിടെ കാണുന്ന ആ ഒരു മണ്ഡപമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ സ്വാമിജിയുടെ രൂപം കാണുന്നു. നമ്മൾ വർത്തമാനം പറയുന്ന പോലെ തോന്നുക നമ്മളും അങ്ങനെ തന്നെ. സ്വാമിജിയുടെ ഒരു ജീവിത മുറിയുണ്ട് ഇവിടെ. ഞങ്ങൾ അതിനെയൊക്കെ വളരെ വളരെ ബഹുമാനത്തോടെ ഭക്തിയോടെ ഒരു വലിയ എന്താ പറയുക നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് ഒന്നുമില്ല, കട്ടിലെ മേശ കണ്ണട അതൊക്കെ ആണെങ്കിലും അത് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരു സത്യത്തിൽ ഈ ഒരു ആവേശമായിരുന്നു ഞങ്ങൾക്ക് ഇതെല്ലാം. സ്വാമി എന്ന് മാത്രമല്ല, ഗുരു എന്ന് മാത്രമല്ല, അച്ഛനാണോ അമ്മയാണോ എന്താണെന്ന് പറയാൻ കഴിയുന്നില്ലാത്തത്ര ഒരു വലിയ ഒരു അമാനുഷികത അദ്ദേഹത്തിൽ എല്ലാവരും കാണാൻ കഴിയുമായിരുന്നു. ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഈ ചെറുത്തൂരിനടുത്ത് പുത്തൂർ അമ്പലത്തിൽ പോയി 4 കുട്ടികളെയും കൊണ്ടുപോയി. ആ അമ്പലത്തിലെ ഹരിജനങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പോൾ സ്വാമിജി, ഞാന്, വേറെ MT കൃഷ്ണൻ, അങ്ങനെ 4 പേര് അവിടെ പോകുന്നു, തടയുന്നുണ്ട് ഞങ്ങളെ. പിന്നെ സ്വാമി വന്നിട്ടുണ്ടെന്ന് അവരെങ്ങനെയോ അറിയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും, കയറിക്കോ പോലെ അമ്പലത്തിൽ ഞങ്ങൾ കയറി. ആ ഒരു സംഭവത്തിൽ ഞാൻ ദൃക്സാക്ഷിയായിട്ട് പറയുന്നു, സ്വാമിജിയുടെ സാന്നിധ്യം കൊണ്ടാണ് അന്ന് ആദ്യമായിട്ട് അവിടുത്തെ ഹരിജനങ്ങൾ അമ്പലത്തിൽ കയറുന്നത്. അതുവരെ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതെല്ലാം നമുക്ക് നേരിട്ട് അനുഭവിക്കാനും കാണാനും സാധിച്ചിട്ടുണ്ട്. എന്താണ് പ്രശ്നം? അവിടെ ഓടി എത്തുകയാണ്, ഉടനെ മുണ്ടൊക്കെ മടക്കി കുത്തും. ആ മടക്കി കുത്ത് അയ്യണമെങ്കിൽ എന്താണോ സ്വാമിജി ആഗ്രഹിച്ചത് അത് സാധിക്കുന്നത് വരെ മുണ്ട് അവിടെ കുത്തിയിരിക്കും, എന്നിട്ട് താത്തിടുള്ളൂ. അതാണ് സ്വാമിജിയുടെ സവിശേഷത. ആളൊരു വളരെ പാവമാണെങ്കിലും ഒരല്പം കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് സാധിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് സാധിച്ചിട്ട് അദ്ദേഹം അവിടെ ഒരു വിപ്ലവം നടത്തുകയാണ്, മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു അദ്ദേഹത്തിന്. ഏതായാലും കേരളത്തിലെ ഒരു സന്യാസി വര്യന്മാരുടെ പാരമ്പര്യ ശ്രേഷ്ഠയുള്ള സന്യാസി അല്ലെങ്കിലും സാമൂഹ്യ വിപ്ലവത്തില്, അല്ലെങ്കിൽ അയിത്തോച്ചാടനത്തില്, സ്വാതന്ത്ര്യ സമരത്തില്, സാമൂഹ്യ പരിഷ്കരണത്തിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് സ്വാമിക്ക് കേരളത്തിൽ വേണ്ടത്ര ഒരു പ്രാതിനിധ്യം, വേണ്ടത്ര ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന ദുഃഖസത്യയുടെ അവശേഷിക്കുന്നുണ്ട്. ഏത് ഗവൺമെന്റ് മാറി വന്നിട്ടും അത് അങ്ങനെ തന്നെ തുടരുകയാണെന്നുള്ള ആ ഒരു ദുഃഖസത്യം ഞങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇത് ഗാന്ധിമാവിന്റെ ചുവട്ടില്, ഇതാണ് ഗാന്ധിമാവ്. ഈ ഗാന്ധിമാവിന്റെ ചുവട്ടില് കുറച്ചു നേരം വന്ന് ഇങ്ങനെ നിങ്ങളോടൊപ്പം സംവാദിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം തോന്നുന്നു.